പാട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, പക്ഷെ പെർഫോമൻസ് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും അത് വളരെ ടച്ചിങ് ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു വലിയ കൈയടി എല്ലാവർക്കും, എസ്പെഷ്യലി അർജുന്റെ അച്ഛൻ. അതെ, എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത അർജുന. അതെ, മക്കളെ അവിടെ തൊട്ട് തുടങ്ങാം. ഇത് എന്റെ അച്ഛൻ, ഇത് അമ്മ, ഇത് രേവതി ആന്റി, ഇത് രമ്യ ആന്റി, ഇത് സുമന ആന്റി. അമ്മേരെ അനിയത്തിമാരാണ് 3 പേര്. അമ്മേരെ പേരൊന്ന് പറയോ? ശ്രീജ. അച്ഛന്റെയോ? സജീവ് കുമാർ. ഇത് ദേവദത്ത്. ഇത് ദർശന. ഇത് ദക്ഷിണ. ഓക്കെ. ഇത് മൂർത്തി. ഇത് അഭിനവ്. ഇത് ആരോമൽ. ഇതെന്റെ ചേട്ടനാണ്. സ്വന്തം ചേട്ടൻ. സ്വന്തം. ഓഹോ, എല്ലാരും പരിചയപ്പെട്ടല്ലോ, എല്ലാരും തകർത്തു, അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണോ സ്റ്റേജിൽ കേറുന്നേ? അതെ. നന്നായി അഭിനയിച്ചല്ലോ. അഭിനയിക്കാനൊക്കെ ഇഷ്ടാണോ? പാട്ട് പാടുവോ? പാട്ട് പാടുന്നു. രണ്ടുപേരും പാട്ട് പാടും. എന്നാ രണ്ടുപേരും കൂടെ ചേർന്നൊരു പാട്ട് പാടിക്കേ. അതെ. അമ്പാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി തനെ വലിഞ്ഞു കേറി തൊരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളരാം ചിലർക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കര കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൽ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് നീളം വാവേ. കര പാറു, ഈ ചെക്കനെ എടുത്ത് കളഞ്ഞിട്ട് ഇതിനെ ഇഞ്ഞ് പിടിച്ചാലോ? എടാ നീ വെക്കോ, ഞങ്ങൾ ഇവിടെ എടുത്തോളാം, നിനക്ക് വരും. അടിപൊളിയായിരുന്നു കേട്ടോ. അഭിനയം അടിപൊളി, പാട്ടും അടിപൊളി. സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റട്ടെ. ഇനി അച്ഛനും അടിപൊളിയായിട്ട് പാടും. അച്ഛൻ അച്ഛൻ അടിപൊളിയായിട്ട് പാടും. പോരട്ടെ, അച്ഛന്റെയും കൂടെ ഒരു പാട്ട് കേൾക്കാം, എന്നിട്ട് നമുക്ക് അഭിനയത്തിലേക്ക് വരാം. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ, കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ, ഒരു ദേവദൂതികയാണു നീ. ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ, ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലെ സ്വരവർണ്ണ രാജികളില്ലയോ ഇല്ലയോ ഇല്ലയോ. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ, ഒരു ദേവദൂതികയാണു നീ. മൾട്ടി ടാലന്റഡ്, ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു കേട്ടോ. അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമുക്കത് വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയ അവസാനം. അസാധ്യം. അല്ല, കുഞ്ഞുങ്ങളെല്ലാം ഉഗ്രമായിട്ട് പെർഫോം ചെയ്ത് അസാധ്യം. അതുപോലെ എല്ലാവരും ഈ അവർക്ക് പൈസ കൊടുത്തവരും എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മൾ സൂപ്പർ സ്റ്റാറിൽ ഇത്രയും ടച്ചിങ് ആയിട്ടൊരു ഫാമിലി റൗണ്ട് ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ലൊരു എൻഡിങ്ങും, വളരെ പോസിറ്റീവായിട്ട് നല്ലൊരു എൻഡിങ്ങും, മൊത്തം ഫാമിലി എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ കുറേ സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കാം. ശരത് സാർ,
മക്കളെ, എന്തോ കാര്യം നല്ലൊരു പാട്ട്, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ട് മോൻ നന്നായിട്ട് തന്നെ പാടിയടാ. താങ്ക് യു ആ സാർ. മോൾ ആലാപ്പ് പാടിയപ്പോൾ മുകളിൽ അത് മോൻ്റെ ശബ്ദത്തിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് അത് കുഴപ്പമില്ല. അത് നമുക്ക് ആക്സിഡൻസ് ആർക്കും വരും, അതൊരു ഇഷ്യൂ അല്ല. പിന്നെ കണ്ണീർ പാട്ടുകൾ, അത് മോൻ ഓർമ്മയുണ്ടോ? അതിൻ്റെയൊക്കെ ബാക്കിയുള്ളതൊക്കെ നീ നന്നായിട്ടാണ് പാടിയത്. എനിക്ക് കുറേ ഇഷ്ടമായി മോൻ പാടിയത്. കാര്യം അതിലൊരു ലൈഫ് ഉണ്ടായിരുന്നു, നീ പാടുന്നതിൽ ഒരു ജീവൻ ഉണ്ടായിരുന്നു. നമ്മളെ എന്താ പറയുക, നമ്മുടെ ഹൃദയത്തിലേക്ക് അതിലേക്കാണ് നീ പാടിയല്ല, നമ്മുടെ ബ്രെയിനിലേക്കല്ല പോയത്. നീ പാടിയത് ഡയറക്റ്റ് ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ശരത് സർ. ഉണ്ണി സർ, എന്താ പറയണ്ട, അത്രയും അതിമനോഹരമായിരുന്നു. താങ്ക് യു സാർ. പാടിയതും ശരി, പെർഫോമൻസും ശരി. എവിടേക്കാ നോക്കേണ്ടത്, പാട്ട് കേൾക്കണോ പെർഫോമൻസ് കാണണോ, അങ്ങനെ ഒരു ബിക്കോസ് ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛനവിടെ ഭയങ്കര അടിച്ചു പൊളിച്ചവിടെ ആക്ടിങ് സൂപ്പറായിരുന്നു. മോനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോൻ പാടിയ ആ ഒരു രീതി, ആ ഒരു ഇമോഷൻ. ആലാപ് ഓഫ് കോഴ്സ് ശരത് സാർ പറഞ്ഞു അതിനെക്കുറിച്ച്, അത് കുഴപ്പമില്ല. ചരണം തൊട്ട് അത്രയും അതിമനോഹരമായിരുന്നു. എസ്പെഷ്യലി വഴിയമ്പലം, ആ ഫീൽ അവിടെ, അയ്യോ. സോ ചില കാര്യങ്ങൾ നമ്മൾക്ക് അത് നാച്ചുറലായിട്ട് നമ്മൾക്ക് ഉണ്ടാവണം, അത് ഉള്ളിലുണ്ടാവണം. എന്നാലേ എത്ര പറഞ്ഞു കൊടുത്താലും പറഞ്ഞു നല്ല പാടാൻ പറ്റില്ല. പക്ഷെ ഇത് നാച്ചുറലി യു ഗിഫ്റ്റഡ് വിത്ത് ദാറ്റ് ഫീൽ, ഇമോഷൻ എല്ലാം അത്രയും ഭംഗിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഉണ്ണി സർ. ഷാനിക്ക, അർജുനെ, എന്തോ ഷാനിക്ക, നമ്മൾ ഇവന്റെ അഭിനയം മറന്നുപോയി പറയാൻ. ഇവൻ ഫുള്ള് ഇങ്ങനെ അന്ധനായിട്ടാട്ടോ പാടിയത്, അത് പറയാൻ വിട്ടുപോയി. അങ്ങനെ ഒന്ന് നിന്നടാ, കാണിച്ചേ. അവൻ ഫുള്ള് അങ്ങനെ പാടിയ പാട്ട്. അങ്ങനെ ത്രൂ ഔട്ട് നിൽക്കാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അർജുനെ, നന്നായിട്ട് പാടിയടാ നീ. താങ്ക് യു സാർ. ഇതൊരു പാട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾ നമുക്ക് നൽകിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത് ഗംഭീരായിരുന്നു. പ്രത്യേകിച്ച് ആ കുഞ്ഞ്, അവള് അവിടുന്ന് കരയുന്നത് പോലെയൊക്കെ അഭിനയിക്കുമ്പോൾ ശരിക്കും നമുക്കിവിടെ അതെ എനിക്ക് തോന്നുന്നു ഇതുവരെ നടന്ന ഫാമിലി റൗണ്ടിൽ വെച്ചിട്ട് ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഒരു കൂട്ടരെന്ന് പറയുന്നത് നിങ്ങളാണ് കേട്ടോ. അത് ഒരു സംശയമില്ല. ഇതാണ് ശരിക്കും പിന്നെ മനസ്സിൽ കൊണ്ടത്. അത് പിന്നെ പാട്ട് നീ നല്ലോണം പാടി ടോട്ടലി എല്ലാവരും, ഈവൻ ആ വഴിയെ ശരത്തായിട്ടും പറഞ്ഞാൽ ആ വഴി അങ്ങനെ നടന്നു പോയവരുടെ ആ ഇമോഷൻ പോലും നമ്മളെല്ലാവരും കണക്റ്റ് ആയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഹാറ്റ്സ് ഓഫ്, അടിപൊളി. താങ്ക് യു സാർ. യൂസഫ് അലി കച്ചേരി സാർ. ഞാനത് യൂസഫ് അലി കച്ചേരി, കച്ചേരി അല്ല മോനെ, ലിറിക്ക് എഴുതിയിരിക്കുന്നത് യൂസഫ് അലി കച്ചേരി. കച്ചേരി അല്ലടാ, കേച്ചേരി. ആ ഒരു സ്ഥലമാണ് കേച്ചേരി. ആരാ എഴുതിയത് ഇത്? നീ തന്നെയാണോ? ഓ, വെരി ഗുഡ്. നിനക്ക് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ, എന്നാ പിടിച്ചോ 9. ഓക്കെ, താങ്ക് യു ശരത് സർ. ഷാനിക്ക 9. താങ്ക് യു സാർ. ഓക്കെ, ഉണ്ണി സർ. ഓക്കെ, യെസ്. അപ്പൊ സോ ടോട്ടൽ 18 മാർക്സ്. അടിപൊളി. താങ്ക് യു.